നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കൈവിട്ടു തോറ്റു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി ഒരു ഇ.ഡി. സംഘം. അത് ആർക്ക് വേണ്ടിയായിരുന്നു? അതല്ലെങ്കിൽ ആര് പറഞ്ഞിട്ടായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു പെട്ടെന്നുള്ള ഒരു മിന്നൽ പരിശോധന? നമുക്കറിയാം, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചേരിതിരിവുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഭരണം കൈമാറിയതിനു ശേഷം തണുത്തിരുന്ന CPM പ്രവർത്തകർ ഇന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേണം പറയാൻ. ഒരു ആളിക്കത്തലിന്റെ കനൽ ഇപ്പോൾ അവിടെ വീണിരിക്കുകയാണ്. അതായത് ഹൈക്കോടതി വിധി വന്നത് രാവിലെ 10:20-ന്. പിറ്റേന്ന് പുലർച്ചെ ഇ.ഡി. പിണറായിയുടെ വീട്ടിലെത്തുന്നു. കോഴിക്കോടും ബംഗളൂരിലും ആലുവയിലും ഒരേ സമയം ഇരച്ചു കയറി കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തുകയാണ്. മണിക്കൂറുകളോളം നീണ്ട പരിശോധനയാണ് നടത്തിയത്. അവിടുത്തെ മൊഴിയെടുക്കുന്നു, എന്തൊക്കെയാണ് എന്നുള്ളത് മാറിയും തിരിഞ്ഞും പരിശോധിക്കുന്നു. അങ്ങനെ ഒരുപാട് സമയം കടന്നുപോയി. പക്ഷേ യാതൊരു തരത്തിലുള്ള കാര്യവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് പിണറായിയെ മനഃപൂർവമായിട്ട് ഇത് അല്ലെങ്കിൽ പെടുത്താൻ വേണ്ടിയിട്ട്, കേസിൽ കുടുക്കി അകത്താക്കാൻ വേണ്ടിയിട്ട് നടത്തിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മോദിനെ കാണുന്നു. മോദിനെ കണ്ടതിന് ശേഷം പിന്നാലെ ഇവിടെ ഇങ്ങനെ ഒരു മിന്നൽ റെയ്ഡ് നടക്കുന്നു. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. നമുക്കറിയാം, പിണറായി സർക്കാർ മാറി വി.ഡി. സതീശൻ സർക്കാർ കയറിയതിനു ശേഷം ഒരു വെച്ചടി അന്വേഷണങ്ങളായിരുന്നു. അതായത് പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ട് തുടങ്ങിയ ചില അന്വേഷണങ്ങൾ. അങ്ങനെ ആ അന്വേഷണങ്ങളുടെ ഭാഗമാണോ ഈ ഒരു മിന്നൽ പരിശോധനയും മോദി വി.ഡി. കൂടിക്കാഴ്ചയും എന്നും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന പരിശോധനയ്ക്ക് ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ പ്രശാന്ത് സൗരഭ്യാണ് നേതൃത്വം നൽകിയത്. ചിരാഗ് യാദവ്, തരുൺകുമാർ ബച്ചർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘത്തിൽ 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 7:50-നാണ് ഇ.ഡി. സംഘം പിണറായിയുടെ വീടിനകത്തേക്ക് വരുന്നത്. പിന്നീട് പിണറായി ലോക്കൽ സെക്രട്ടറി നന്ദനൻ, കെയർടേക്കർ നാണു എന്നിവരുടെ സഹായത്തോടെയാണ് അകത്ത് കയറുന്നത്. 8:30-ന് പരിശോധന ആരംഭിച്ചു. ഇരുവരും സാക്ഷികളായിരുന്നു. പരിശോധനയ്ക്കിടെ നാണുവിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. കുറ്റകരമായിട്ടുള്ള യാതൊരു രേഖയോ ഉപകരണങ്ങളോ കണ്ടെത്തുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അതിനുശേഷം പിന്നീട് അറിയാൻ സാധിച്ചത്. അതായത് ഇ.ഡി. മടങ്ങുകയാണ്. യാതൊരു തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ചെയ്തതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തത് കണ്ടെത്തുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യാതെ ഇ.ഡി. മടങ്ങി. ഇവിടെ 2 കാര്യമുണ്ട്. ഒന്ന്, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അതായത് തണുത്ത് കടന്ന CPM പ്രവർത്തകരെ ഇ.ഡി. ഒന്നുകൂടി എണ്ണയൊഴിച്ച് കത്തിച്ചു എന്ന് വേണം പറയാൻ. കാരണം അവിടുത്തെ പ്രതിഷേധം, അതായത് ആ ബേക്കറി വളപ്പിലെ ആ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്, ഈ പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിൽ SFI പ്രവർത്തകരും CPM പ്രവർത്തകരും എല്ലാവരും കൂടി ഒത്തുചേർന്ന് നടത്തിയ പ്രതിഷേധം വീണ്ടും സംസ്ഥാനത്തെ CPM-നെ അല്ലെങ്കിൽ തണുത്ത് കടന്ന CPM-നെ വീണ്ടും ഉണർത്തി എന്ന് വേണം പറയാൻ. ഇ.ഡി. അനാവശ്യമായിട്ട് നടത്തിയ ഒരു മിന്നൽ പരിശോധന എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. കാരണം യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും ഇല്ലാതെയാണ് പെട്ടെന്നൊരു പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിൽ സ്തംഭിച്ച് അല്ലെങ്കിൽ ആകെ നെഞ്ചിടിപ്പ് കൂടി വല്ലാതെ ഭയപ്പെട്ട് ഇപ്പോൾ അകത്താകുമെന്നൊന്നും പിണറായി വിജയൻ കരുതിയിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൗമ്യമായിട്ട് തന്നെയാണ് ഇ.ഡിക്ക് മുന്നിൽ അദ്ദേഹം നിന്നത്. അവരോട് പെരുമാറിയതും അങ്ങനെയാണ്. പക്ഷേ പുറത്തെ കാര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ഇ.ഡി. പരിശോധന കഴിഞ്ഞ് മടങ്ങാൻ സുഖിച്ച് വരുമ്പോഴായിരുന്നു അവരുടെ ഇന്നോവ ക്രിസ്റ്റ അവിടുത്തെ പ്രതിഷേധക്കാർ തല്ലി തകർത്തത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനഃപൂർവ്വം ഇത് ആക്രമിക്കുകയാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യുകയാണ് എന്ന രീതിയിലേക്കായിരുന്നു പ്രതിഷേധക്കാർ ഇതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരും ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരും വി.ഡി. സതീശൻ സർക്കാരും മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയതും ഇ.ഡിയുടെ വാഹനങ്ങൾ അടിച്ചു തകർത്തതും. അതായത് തങ്ങളെ മുട്ടുകുത്തിക്കാൻ കഴിയില്ല എന്ന് വീണ്ടും CPM അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. നമുക്കതിനെ അങ്ങനെ വിലയിരുത്താം. കാരണം ഒരു തോറ്റു, തുന്നമ്പാടി, വലിയ പരാജയം, നാണക്കേട്, ഭരണം കയ്യിൽ നിന്ന് പോയി, അങ്ങനെ ആകെ മൊത്തത്തിൽ ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് എല്ലാം കൊണ്ട് ഒതുങ്ങി എന്ന് പറഞ്ഞ് CPM-നെ മൊത്തത്തിൽ തള്ളിയതായിരുന്നു. പക്ഷെ അവിടെയാണ് ഇന്ന് ഇ.ഡി. ഒരു തിരി കൊളുത്തിയത്. ഇത് അവർക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. കേന്ദ്രത്തിലെ BJP സർക്കാർ തങ്ങൾക്കെതിരെ നിൽക്കുന്ന ശക്തരായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കളെ ഭയപ്പെടുത്താനും വേട്ടയാടാനുമാണ് ഇ.ഡി. പോലുള്ള കേന്ദ്ര ഏജൻസികളെ നിരന്തരം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, പല ഇ.ഡി. പരിശോധനകളിലും ഈ കേന്ദ്രത്തിൽ നിന്ന് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പലർക്കും എതിരെ കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എങ്ങോട്ട് പോയി, എവിടെ പോയി എന്നതിന്
യാതൊരു തെളിവുകളും ഉണ്ടായിട്ടില്ല. പക്ഷേ അതേ സമയം തന്നെ അവർ പറയുന്നത് അനുസരിക്കാതെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പഴി ഏൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത്തരം മിന്നൽ പരിശോധനകൾ നടക്കുന്നത്. എന്തായാലും ലക്ഷ്യം പിണറായി വിജയൻ എന്ന കരുത്തൻ നേതാവിനെ തന്നെയായിരുന്നു. അത് ആർക്കും സംശയമില്ല. ദേശീയ തലത്തിൽ BJPയുടെ വർഗീയ കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ. മാത്രമല്ല, ജനകീയ നേതാവിന്റെ പ്രതിച്ഛായ തകർക്കുക എന്നത് കേന്ദ്ര ഭരണാധികാരികളുടെ വലിയൊരു ആവശ്യമായിരുന്നു. എന്തായാലും ഈ ഒരു EDയുടെ പരിശോധന കഴിഞ്ഞ് മാധ്യമങ്ങളുടെ അടുക്ക പ്രതികരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് ഇത് സന്തോഷമായി കാണും. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നില്ല എന്നുള്ളത്. നമുക്കറിയാം, ഇവിടെ പല രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുകയാണ്. ആ നാടകത്തിന്റെ ഒരു നടുവിലാണ് ഇന്നത്തെ ഒരു സംഭവം നടന്നത്. എന്തായാലും ഇന്നത്തെ നാടകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ലെക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു ഉണർവ് എന്ന് കൊണ്ടെത്തിച്ചത് ഈ ED തന്നെയാണ്. അതായത് ശാന്തരായിട്ടിരുന്ന CPM പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മിണ്ടാതിരുന്ന CPM പ്രവർത്തകർക്ക് നേരെ EDയുടെ ഒരു വിഷം ചീറ്റിയത് അവരെ വീണ്ടും അശാന്തരാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്നാണ് ഇതിനെ പലരും പറയുന്നത്. പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ നോക്കിക്കാണുന്നത് രാഷ്ട്രീയ നേട്ടത്തിനായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ഭരണ തുടർച്ചയും ജനപ്രീതിയും കണ്ട് ഭയന്ന UDF BJP സഖ്യത്തിന്റെ ആവശ്യപ്രകാരമാണ് ഈ ഒരു അതിവേഗ നീക്കങ്ങൾ നടക്കുന്നത് എന്നതാണ് പറയുന്നത് ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. എന്തായാലും പരാതികൾക്ക് പിന്നില് ഗൂഢാലോചന ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. മാസപ്പടി എന്ന പേരിൽ ഇല്ലാത്ത അഴിമതി കഥകൾ നിരന്തരം കെട്ടിച്ചമച്ച് കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളാണെന്നാണ് ചില CPM പ്രവർത്തകർ ഇതിനോടകം തന്നെ ഇതിനെ പറയുന്നത്. എന്തായാലും നിയമപരമായിട്ട് നേരിടാൻ കഴിയാത്തത് കൊണ്ട് കേന്ദ്ര ഏജൻസിയുടെ മറവിൽ പിണറായി വിജയനെ രാഷ്ട്രീയമായിട്ട് തളർത്താൻ ആഗ്രഹിക്കുന്ന BJP കോൺഗ്രസ് സഖ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു അനാവശ്യ പരിശോധനകൾ നടക്കുന്നത്. എന്നാൽ ചരിത്രത്തിലെ ഒട്ടനവധി അഗ്നിപരീക്ഷകളെ അതിജീവിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പിണറായി വിജയനും ജനങ്ങളെ അണിനിരത്തി ഇതിനെയും നേരിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപനമാണ്. അങ്ങനെ പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ്, ഇതിനെയും ഞാൻ നേരിടും എന്നുള്ള കാര്യം പറയുമ്പോൾ അവിടെ വീണ്ടും ആ ഉറങ്ങിക്കടന്ന CPM ഉണരുകയാണ്. അവിടുത്തെ പ്രതിഷേധ കനൽ വീണ്ടും ആളിക്കത്തുകയാണ്. EDയുടെ വണ്ടി തകർത്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. അവിടെ SFI പ്രവർത്തകരും അതുപോലെ തന്നെ DYFI പ്രവർത്തകരെല്ലാവരും ഒരേപോലെയാണ് ഈ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത്. മാത്രമല്ല, ഡൽഹിയിലും പ്രതിഷേധം നടന്നിരുന്നു. അവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബേബി ആയിരുന്നു അവിടെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. അദ്ദേഹത്തെ പോലീസ് വണ്ടിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ ഈ ഒരു മിന്നൽ പരിശോധന എന്ന് പറയുന്നത് വളരെ നാടകീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു നാടകീയമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയാണ് CPM പ്രവർത്തകർ ഇപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾ നടത്തുന്നതും ഇപ്പോൾ വീണ്ടും ഒന്നിച്ചുകൂടിയത്. എന്തായാലും തണുത്തുറച്ച ഒരു കരിയില കൂട്ടത്തിലേക്ക് ഒരു തീ ഇട്ടതുപോലാണ് EDയുടെ ഈ ഒരു പരിശോധന എന്ന് പറയുന്നത്. ഇതോടുകൂടി CPMന്റെ അല്ലെങ്കിൽ ആ ഒരു തണുത്ത മട്ടൊക്കെ മാറി ഇനി ആളിക്കത്തി ആ അണികളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു രീതിയിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. നിലവിൽ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അവർ ഒത്തുകൂടിയിരിക്കുകയാണ്. അവരുടെ പിണക്കങ്ങളോ വിമർശനങ്ങളോ ഒന്നും തന്നെയില്ല. തങ്ങളുടെ നേതാവിന്റെ വീട്ടിൽ പരിശോധന നടത്തിയാൽ സമരം ചെയ്യും, ഇത് നിയമപരമായിട്ടുള്ള തെറ്റാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇപ്പോൾ നടത്തിയ ഈ ഒരു മിന്നൽ പരിശോധനയിൽ നടന്ന പ്രതിഷേധം കേവലം ഒരു ചെറിയ കാര്യമല്ല, അത് വരാനിരിക്കുന്ന രാഷ്ട്രീയ കളത്തിലെ വലിയൊരു മാറ്റമായിരിക്കും. നിലവിലെ മാസപ്പടി വിവാദവും ED റെയ്ഡുകളും പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നുണ്ട് എങ്കിലും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. പിണറായി വിജയൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇതിനെയും ഞങ്ങൾ നേരിടും. നമുക്കറിയാം കോവിഡ് ടൈമിലും അതുപോലെ തന്നെ പ്രളയ ടൈമിലും എല്ലാം പറഞ്ഞ ഒരു വാക്കാണ് അദ്ദേഹത്തിന്റെ, ഇതിനെയും നമ്മൾ നേരിടുമെന്ന്. ഇപ്പോൾ നടന്ന ഈ ഒരു EDയുടെ മിന്നൽ പരിശോധനയിലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കാണ്, ഇതിനെയും നമ്മൾ നേരിടും എന്നുള്ളത്. എന്തായാലും നിയമ പോരാട്ടങ്ങളിലൂടെയും ജനകീയ പ്രതിരോധത്തിലൂടെയും ഈ ഒരു പ്രതിസന്ധിയെയും മറികടക്കുമെന്ന CPIM നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം പിണറായി വിജയൻ എന്ന നേതാവിന്റെ അചഞ്ചലമായിട്ടുള്ള രാഷ്ട്രീയ വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമാണ്. ഏത്
കടുത്ത സാഹചര്യത്തിലും തലകുനിക്കാത്ത ഈ ഒരു നിലപാട് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. എന്തായാലും ഹൈക്കോടതി വിധിക്ക് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ നടത്തിയ റെയ്ഡുകളെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കാൻ CPIM അണികളെ അണിനിരത്തിയതായിട്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തെളിവുകൾ നിരത്തി വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിനെതിരെ സംസ്ഥാന വ്യാപകമായിട്ട് ജനകീയ പ്രതിഷേധം ഉയർന്നത് നിലവിലെ VD സർക്കാരിന് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുകയാണ്. എന്തായാലും പിണറായി വിജയൻ ഈ ഒരു പ്രതിസന്ധിയെ ജനപിന്തുണയോടെ അതിജീവിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയൊരു തിരിച്ചടി കൂടിയാണ് ഉണ്ടാകുന്നത്. പലരുടെയും സന്തോഷം അവിടെ കെടുകയാണ് ചെയ്യുന്നത്. ഇനി രാഷ്ട്രീയ കളികൾ എങ്ങോട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഒരു വർഷത്തോളമായിട്ട് കുരുക്കിലായ മാസപ്പടി കേസിൽ അന്വേഷണത്തിനുള്ള തടസ്സം ഹൈക്കോടതി നീക്കിയതിന് പിന്നാലെയാണ് ഇഡിയുടെ ഈ ഒരു മിന്നൽ പരിശോധന നടന്നത്. പക്ഷെ യാതൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ്. ഒരു ദിവസം വൈകിയാൽ പ്രതികൾ അന്വേഷണത്തിന് വീണ്ടും സ്റ്റേ തേടി കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കൂടി കണ്ടാണ് കേന്ദ്ര അനുമതി വാങ്ങിയുള്ള അടിയന്തര നീക്കം നടന്നത്. അന്വേഷണ പരിധിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾ വീണയും ഉണ്ട് എന്നായിരുന്നു ED പറഞ്ഞിരുന്നത്. പക്ഷെ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു അവസാനം ED അവിടെ നിന്ന് നാണം കെട്ട് മടങ്ങി കാറിൽ കയറാൻ ഒരുങ്ങിയത്. പക്ഷെ കാറിൽ സുഖമായിട്ട് പോകാൻ EDക്ക് കഴിഞ്ഞില്ല. കാരണം പ്രതിഷേധക്കാർ ആ ഇന്നോവ ക്രിസ്റ്റയൊക്കെ തല്ലി തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് CPIM നേതൃത്വം ആരോപിക്കുന്നത്. അഴിമതിക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വാദം. എന്തായാലും പിണറായി വിജയന്റെ പ്രസ്താവനകളും ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് ED സംഘം പരിശോധന അവസാനിപ്പിച്ചു മടങ്ങിയത്. വരും ദിവസങ്ങളിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഒരു കാര്യവും ഉണ്ട്, അതായത് തണുത്തുറങ്ങിയ CPM പ്രവർത്തകർക്ക് തീയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനി ആളിക്കത്തുക തന്നെ ചെയ്യും.